ഹലോ കൂട്ടുകാരെ, അച്ചാർ തയ്യാറാക്കാൻ ഇതേപോലെ മീൻ എടുത്തിട്ടുണ്ട്. ചൂര മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എടുത്ത ചൂര മീനെ നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുക്കാം. മീനിൻ്റെ മുൾഭാഗം നമ്മൾ എടുക്കുന്നില്ല, അച്ചാറിന് വേണ്ടി എടുക്കുന്നില്ല. കഴുകി വൃത്തിയാക്കിയ ചൂര മീനിലേക്ക് നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായി ഈ മസാലകൾ മീനിൽ പിടിക്കുന്നത് പോലെ യോജിപ്പിച്ചെടുക്കുക. ഇനി ഈ യോജിപ്പിച്ച മീനിനെ നമുക്കൊരു 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ഇവിടെ നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയിട്ട് നല്ലെണ്ണയിൽ അച്ചാറാണ് റെഡിയാക്കുന്നത്. അതാണെങ്കിൽ കേടാകുകയുമില്ല, നല്ല രുചിയുമായിരിക്കും. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച മീൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഒരു മീഡിയം അളവിൽ ഇത് നമുക്ക് പൊരിച്ചെടുത്താൽ മതി. നന്നായി ഒന്ന് ഹാർഡാവുകയൊന്നും വേണ്ട, ഒരു മീഡിയം രീതിയിൽ പൊരിച്ചെടുക്കാം. ഇത്രയും മീനുള്ളതുകൊണ്ട് നമുക്ക് കുറേ എന്ത് ചെയ്യാം, എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. വറുത്ത് കോരിയ മീനിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി മീനും ഇതേപോലെ നമുക്ക് നന്നായി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് നീളത്തിൽ കീറിയ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം നല്ലെണ്ണ വീട്ടുക. അതിലേക്ക് ഉലുവ, കടുക്, നീളത്തിൽ കീറിയ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് നല്ലതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഏകദേശം ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മീനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഈ അരപ്പിൽ നമുക്ക് ഉപ്പ് ചേർത്താൽ മതി. ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച മീനില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ നമ്മൾ വിനാഗിരിയൊന്നും വീഴ്ത്തുന്നില്ല, കാരണം വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയ മീനിനെ നമ്മൾ നല്ലെണ്ണയിലിട്ടാണ് അച്ചാറിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് കേടാകുകയൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ വിനാഗിരി നമ്മൾ ഒട്ടും യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതിനെ നന്നായി തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ഒരു നനവില്ലാത്ത കുപ്പിയിലേക്കായിരിക്കണം മാറ്റുന്നത്. അങ്ങനെ അച്ചാർ റെഡിയായി. എല്ലാവരും മസ്റ്റായി എന്ന് അച്ചാർ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക് യു.